ഹലോ ഹായ്, എൻ്റെ പേര് ശ്രീജ. എല്ലാവർക്കും ഈസി ക്രാക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു എഡിറ്റോറിയൽ സെഷനാണ്. ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും ഒരു എഡിറ്റോറിയൽ എടുത്തിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഏതാണ് ടോപ്പിക് എന്ന് നോക്കാം. ഇൻ ടൈം ഓഫ് നീഡ് ഓൺ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എക്സ്പോർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്. അതായത് ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി മലേറിയ ഡ്രഗാണ്. ആ ഡ്രഗിൻ്റെ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അതിന് മുന്നേ ഇതിനകത്ത് കുറേ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഞാൻ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ആണ് പിന്നെ ഉള്ള ബ്രാക്കറ്റിനകത്ത് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Irrespective of whether India bowed to US pressure, it is unlikely to run out of the drug. അതായത് ഇതിനകത്ത് ബോഡ് ടുവിൻ്റെ മീനിങ് ആണ് ടു ഫൈനലി എഗ്രി ടു സംതിങ് ഈവൻ ദോ യു ഡു നോട്ട് വോണ്ട് ടു ഡു ഇറ്റ്. അതേപോലെ റൺ ഔട്ട് ഓഫിൻ്റെ മീനിങ് ആണ് ടു ബി ഡിപ്ലീറ്റഡ് ഓഫ് സംതിങ്, ടു യൂസ് ഓർ സെൽ ഓൾ ഓഫ് സംതിങ് ദറ്റ് ഇസ് അവൈലബിൾ. ബോഡ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സോടെ സമ്മതിച്ചു കൊടുക്കുക, അംഗീകരിച്ചു കൊടുക്കുക, അതാണ് ബോഡ് ടു. അതേ കണക്ക് റൺ ഔട്ട് ഓഫ് എന്ന് വെച്ചാൽ തീർന്നു പോവുക, നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഉപയോഗിച്ച് തീർന്നു പോവുക, അതൊക്കെയാണ് റൺ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിനകത്ത് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇന്ത്യ ബോഡ് ടു US പ്രഷർ, ഇറ്റ് ഈസ് അൺലൈക്ലി ടു റൺ ഔട്ട് ഓഫ് ദി ഡ്രഗ്. അതായത് ഇന്ത്യ ഇപ്പോൾ US പ്രഷറിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആൻറ്റി മലേറിയ ഡ്രഗ് ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ഉടനെ ഒന്നും തീർന്നു പോകാൻ സാധ്യതയില്ല. ഇതാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു പാരഗ്രാഫിനകത്ത്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തിനെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് ഇനി പോകാൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആഫ്റ്റർ ഇമ്പോസിംഗ് എ ബ്ലാങ്കറ്റ് ബാൻ ഓൺ ദി എക്സ്പോർട്ട് ഓഫ് ആൻറ്റി മലേറിയ ഡ്രഗ് ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ഓൺ April 4 വിതൗട്ട് എക്സംഷൻസ് ഓൺ ഹ്യൂമാനിറ്ററിയൻ ഓർ അതർ ഗ്രൗണ്ട്സ്, ഇന്ത്യ റിവേഴ്സ്ഡ് ദി പോളിസി 2 days later. അതായത് ബ്ലാങ്കറ്റ് ബാൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബാൻ ആണ്. സോ April 4 ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്ന് പറയുന്ന ആൻറ്റി മലേറിയ ഡ്രഗിന് ഒരു കംപ്ലീറ്റ് ബാൻ ഇന്ത്യ കൊണ്ടുവന്നു. അതും ഒരു തരത്തിലുള്ള പരിഗണനകളും ഇല്ലാണ്ട്, മാനുഷികമായ പരിഗണനയോ അല്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, വേറെ ഒന്നിൻ്റെയും അടിസ്ഥാനത്തിലല്ലാണ്ട് ഈ ബ്ലാങ്കറ്റ് ബാൻ കൊണ്ടുവന്നു ഇന്ത്യ, അതും ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്ന് പറയുന്ന ഡ്രഗിൻ്റെ കാര്യത്തിൽ. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ബാൻ എടുത്തു മാറ്റുകയും ചെയ്തു. അതാണ് റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ ഡിസിഷൻ ടു റിവേഴ്സ് ദി ബാൻ വാസ് മെയ്ഡ് പബ്ലിക് അവേഴ്സ് ആഫ്റ്റർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർൺഡ് ഓഫ് റിറ്റാലിയേഷൻ ഇഫ് ഇന്ത്യ വിത്ത്ഹെൽഡ് സപ്ലൈസ് ഓഫ് ദി ഡ്രഗ് ഫോർ വിച്ച് ഓർഡേഴ്സ് ഹാഡ് ഓൾറെഡി ബീൻ പ്ലേസ്ഡ്. അപ്പോൾ അതായത് ഈ ബാൻ റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. സോ അത് എപ്പോഴാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഓർഡർ കൊടുത്തിരിക്കുന്ന ഈ ഡ്രഗിൻ്റെ കാര്യത്തിൽ അതിലെന്തെങ്കിലും ബാൻ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാൺ ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യ ആ ബാൻ എടുത്തു മാറ്റിയത്. Okay, given the circumstances, it would be difficult to believe that the decision to lift the restriction was taken independent of US pressure. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ ഈ ബാൻ റിവേഴ്സ് ചെയ്യണം എന്നെടുത്ത തീരുമാനം US തന്ന പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. But the pandemic has seen several countries displaying solidarity and cooperation, providing essential supplies to others even while tackling the novel coronavirus in their own backyards. അതായത് ഈ ഒരു പാൻഡമിക്, ഈ ഒരു പകർച്ചവ്യാധി നടക്കുന്ന സമയത്ത് നമ്മൾ പല രാജ്യങ്ങളും അവർ സ്വന്തമായിട്ട് ഈ ഒരു പകർച്ചവ്യാധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും, ടാക്ലിംഗ് മീൻസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവർ മറ്റുള്ള രാജ്യങ്ങളോട് സോളിഡാരിറ്റി എന്ന് വെച്ചാൽ ഐക്യദാർഢ്യം, കോപ്പറേഷൻ എന്ന് വെച്ചാൽ സഹകരണം കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്. പ്രൈം മിനിസ്റ്റർ Narendra Modi's message to Mr. Trump that India shall do everything possible to help humanity's fight against COVID-19 should therefore be seen in that light. അതായത് ഇതിനുശേഷം നമ്മുടെ പ്രൈം മിനിസ്റ്ററായ മിസ്റ്റർ നരേന്ദ്രമോദി US പ്രസിഡൻ്റായ മിസ്റ്റർ ട്രംപിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യ ഷാൽ ഡു എവറിത്തിങ് പോസിബിൾ ടു ഹെൽപ്പ് ഹ്യൂമാനിറ്റീസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് കോവിഡ്-19 മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ഇന്ത്യ എല്ലാ തലത്തിലും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ US പ്രസിഡന്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ പറയുന്ന ബാൻ റിവേഴ്സ് ചെയ്തു എന്ന് പറയുന്നതും നേരത്തെ നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യദാർഢ്യവും സഹകരണവും ഒക്കെ പറഞ്ഞല്ലോ, ആ ഒരു അർത്ഥത്തിൽ മാത്രം ഇതിനെയും കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്. ലോഡഡ് ആസ് ദ ഫാർമസി ഓഫ് ഗ്ലോബൽ സൗത്ത്, ഇന്ത്യസ് ഡിസിഷൻ ടു എക്സ്പോർട്ട് ദി ഡ്രഗ് ഓൺ ഹ്യൂമാനിറ്ററിയൻ ഗ്രൗണ്ട്സ് to neighboring countries and others that have been badly hit by the pandemic is welcome. അതായത് ഗ്ലോബൽ സൗത്തിൻ്റെ ഫാർമസി എന്ന് പുകഴ്ത്തപ്പെട്ട, ലോഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അർത്ഥം, പുകഴ്ത്തപ്പെട്ട, പ്രശംസിക്കപ്പെട്ട, അതാണ് ലോഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഗ്ലോബൽ സൗത്തിൻ്റെ ഫാർമസി എന്നറിയപ്പെടുന്ന ഇന്ത്യ പോലൊരു രാജ്യം തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇതേപോലെ ഇപ്പോൾ ഒരു പാൻഡമിക്, ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് കോവിഡ്-19 ബന്ധപ്പെട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗ്
എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഡിസിഷൻ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയാണ്, അത് നമ്മൾ സമ്മതിക്കുകയാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ദെൻ ടിൽ റീസെൻ്റ്ലി ഇന്ത്യ റിലൈഡ് സോൾലി ഓൺ അതർ കൺട്രീസ് ഫോർ ടെസ്റ്റ് സപ്ലൈസ് ആൻഡ് മേ ലുക്ക് ടു അതേഴ്സ് ഫോർ എസെൻഷ്യൽ മെറ്റീരിയൽസ് ഇഫ് ദ സിറ്റുവേഷൻ വേഴ്സൺസ്. അതായത് ഇതുവരെ ഇന്ത്യ ടെസ്റ്റ് സപ്ലൈസിന് പൂർണ്ണമായിട്ടും മറ്റ് രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി സ്ഥിതിഗതികൾ കുറച്ചും കൂടി വഷളാവുകയാണെങ്കിൽ ഇനിയും എന്തെങ്കിലും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഓക്കെ, അതാ പറഞ്ഞേക്കുന്നത്. Then also India may have much to gain from the US in the future by this diplomatic act of supplying the drug at a crucial time. ഇപ്പോൾ പൊതുവേ എല്ലാ രാജ്യങ്ങളും അവരുടെ മോശം ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അതേ സമയത്ത് US-ന് ഇപ്പോൾ അവരുടെ ഏറ്റവും മോശം ഘട്ടം സമയത്ത് ഈ ഒരു ഡ്രഗ് കൊടുത്ത് നമ്മൾ അവർക്ക് സഹായം ചെയ്യുമ്പോൾ തിരിച്ച് ഭാവിയിൽ അതിൻ്റെ ഒരു ഗുണം നമുക്കും തിരിച്ച് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, the sudden demand for hydroxychloroquine across the world arose after Mr. Trump championed it as treatment for COVID-19 patients. അപ്പോൾ ഈ ഒരു മരുന്നിന് പെട്ടെന്നൊരു ദിവസം ഇത്രമാത്രം ഡിമാൻഡ് വരാൻ കാരണം US പ്രസിഡൻ്റായ മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഈ ഒരു മരുന്നെന്ന് പറയുന്നത്, അതായത് ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന് പറയുന്ന ഡ്രഗ് COVID-19 പേഷ്യൻസിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നല്ലതാണെന്ന് അദ്ദേഹം ശക്തമായി പിന്തുണച്ചു. അതാണ് ചാമ്പ്യൻ. അതുകൊണ്ടാണ് അതിനുശേഷമാണ് ഈ മരുന്നിന് ഇത്രമാത്രം ഡിമാൻഡ് വന്നു തുടങ്ങിയത്. ഓക്കെ, അതാണ് ആ ലൈനിൽ പറഞ്ഞത്. ദ ഡ്രഗ് ബിക്കെയിം മച്ച് സോട്ട് ആഫ്റ്റർ ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അപ്രൂവ്ഡ് ഇറ്റ്സ് യൂസ് ആസ് പ്രൊഫിലാക്സിസ് ഫോർ നോവൽ കൊറോണ വൈറസ് ബൈ സർട്ടൻ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഓൺ March 23. അപ്പോൾ ഇന്ത്യയിൽ ഇത് ഇത്രമാത്രം ഡിമാൻഡ് വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അവരുടെ ഒരു അന്വേഷണത്തിന് ശേഷം, അതായത് സോട്ട് ആഫ്റ്റർ ഒരു അന്വേഷണത്തിന് ശേഷം March 23 പറഞ്ഞു. അതായത് ഈ മരുന്ന് ഒരു രോഗപ്രതിരോധമായിട്ട് ഉപയോഗിക്കാം, അതാണ് പ്രൊഫിലാക്സിസ്. രോഗപ്രതിരോധമായിട്ട് ഉപയോഗിക്കാം, അത് ചില ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് മാത്രം അതൊരു രോഗപ്രതിരോധമായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ മരുന്ന് ഇത്രമാത്രം ഡിമാൻഡ് വന്നു തുടങ്ങിയത്. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം 2 days later the drug was placed in the restricted category for export and included in Schedule H1 on March 26 to prevent its sale over the counter, thereby preventing self-medication and hoarding. അതായത് 2 ദിവസത്തിന് ശേഷം, ഈ ഒരു March 23 ആ ഒരു പ്രഖ്യാപനത്തിന് 2 ദിവസത്തിന് ശേഷം ഈ മരുന്നിനെ നേരെ റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയിൽ കൊണ്ടുവന്നു. അതായത് എക്സ്പോർട്ട് ചെയ്യുന്നതിനകത്ത് റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയിൽ കൊണ്ടുവന്നു, ബാൻ ചെയ്തിട്ടില്ല, റെസ്ട്രിക്റ്റഡ് കാറ്റഗറിയിൽ കൊണ്ടുവന്നു. അതേ സമയത്ത് ഷെഡ്യൂൾ H1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ മരുന്നിനെ ഇൻക്ലൂഡ് ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഈ മരുന്നിന് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അപ്പോൾ എല്ലാവരും സ്വയം ചികിത്സ നടത്താൻ തുടങ്ങും. മരുന്ന് ഫ്രീലി അവൈലബിൾ ആവുകയാണെങ്കിൽ അത് ഒഴിവാക്കാനും, അതേപോലെ ഈ മരുന്ന് വാങ്ങിച്ചു കൂട്ടി വെക്കാൻ തുടങ്ങും. അതായത് ഹോർഡിംഗ് എന്ന് പറയുന്നത് പൂഴ്ത്തി വെക്കുക, വാങ്ങിച്ചു കൂട്ടി വെക്കുക, അതാണ് ഈ ഹോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്നിനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് അവർ കൊണ്ടുവന്നത്, ഈ ഡ്രഗിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത്. ഓക്കെ, ദിസ് വാസ് ഓൾസോ ടു എൻഷുർ ഇറ്റ്സ് അവൈലബിലിറ്റി ടു പീപ്പിൾ വിത്ത് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആൻഡ് അതർ കണ്ടീഷൻസ്. അതേപോലെ ഈ മരുന്ന് ആവശ്യമായിട്ടുള്ള കുറേ പേഷ്യൻസ് ഉണ്ട്, അതായത് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർ, പിന്നെ ഈ മരുന്ന് ആവശ്യമായിട്ടുള്ള മറ്റ് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക്, ഇവർക്കൊക്കെ ഈ മരുന്ന് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത്. ഇനി എന്താണ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ a disease that causes stiffness, swelling and pain in the joints. ജോയിൻസ് എന്ന് പറഞ്ഞാൽ 2 എല്ലുകൾ കൂടിച്ചേരുന്ന ആ ഭാഗം, അവിടെ സ്വെല്ലിങ്, പെയിൻ, അതൊക്കെ ഉണ്ട്. ആ അസുഖത്തിനെയാണ് നമ്മൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ഇന്ത്യ ഹാസ് എ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് 200 million hydroxychloroquine tablets of 200 milligram strength each month and three well-established pharmaceutical companies make the drug. അതായത് ഒരു മാസം ഇന്ത്യക്ക് 200 milligram സ്ട്രെങ്ത് ഉള്ള 200 million ഹൈഡ്രോക്സിക്ലോറോക്വിൻ ടാബ്ലറ്റ്സ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. അത് ഒരു 3 കമ്പനീസാണ് ഈ ഒരു മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി while the capacity is sufficient to meet the current demand, the companies are confident of ramping up production if the need arises. അതായത് ഇതിനകത്ത് ഈ റാമ്പിംഗ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഇൻക്രീസ് ഇൻ ആക്ടിവിറ്റി ഓർ ഇൻ ലെവൽ ഓഫ് സംതിങ്, അതായത് ഓൾറെഡി ഉള്ള ഒന്നിൻ്റെ ഒരു ലെവൽ പെട്ടെന്ന് കൂട്ടുക, അതിനാണ് റാമ്പിംഗ് അപ്പ് എന്ന് പറയുന്നത്. സോ ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് അനുസരിച്ച് അതിനൊത്ത മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇനി എങ്ങാനും ഈ പറഞ്ഞ മരുന്നുകളുടെ ആവശ്യകത കൂടുകയാണെങ്കിൽ അതിനൊത്ത് ആ പ്രൊഡക്ഷനിൽ ഇൻക്രീസ് കൊണ്ടുവരാൻ ഈ പറയുന്ന 3 കമ്പനികൾക്കും കോൺഫിഡൻ്റ് ആണ്. അവർ അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടാൻ ഈ 3 കമ്പനികൾസും കോൺഫിഡൻ്റ് ആണ് എന്ന് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്
In all likelihood, in the short term, India might not run out of hydroxychloroquine as the National Task Force for COVID-19 had relied on weak anecdotal evidence to make the recommendation. The likelihood എന്ന് വെച്ചാൽ the chance that something will happen, അതായത് സാധ്യതകൾ, അതിനാണ് ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. ഇനി അനക്ഡോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ റിപ്പോർട്ട്സ് ഓർ തിങ്സ് സമ്മൺ സോ റാദർ ദാൻ ഓൺ പ്രൂവൻ ഫാക്ട്സ്. അതായത് അനക്ഡോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ട് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ, അതിന് പൂർണ്ണമായ ഒരു അടിസ്ഥാനമില്ല, ഒരു പ്രൂവൻ ഫാക്റ്റ് ഇല്ല അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അനക്ഡോട്ടൽ എന്ന് പറയുന്നത്. അതായത് ഇനി വരുന്ന ചെറിയ കാലയളവിൽ ഈ മരുന്ന് ഉടനെ ഒന്നും തീർന്നു പോകാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ ഈ COVID-19 ഭാഗമായിട്ടുള്ള നാഷണൽ ടാസ്ക് ഫോഴ്സ്, ഇന്ത്യയുടെ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്തരം കണ്ടതും കേട്ടതും മാത്രമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല റെക്കമെൻഡേഷൻസ് ഉണ്ടാക്കുന്നത്. പകരം അവരൊരു പ്രൂവൺ ആയിട്ടുള്ള ഫാക്റ്റ് അല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരം റെക്കമെൻഡേഷൻസ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറയുന്ന മരുന്ന് ഉടനെയൊന്നും തീർന്നു പോകാൻ സാധ്യതയില്ല എന്നുള്ളത്. Okay. Though the US Food and Drug Administration issued an emergency use authorization for the drug to treat COVID-19 patients on April 7, the Atlanta-based Centers for Disease Control and Prevention revised its position, saying there is no drug available to prevent or treat COVID-19. അതായത് ഏപ്രിൽ 7 US Food and Drug Administration പറഞ്ഞു എമർജൻസി സിറ്റുവേഷൻസിൽ COVID-19 പേഷ്യൻസിൻ്റെ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ ഈ ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന് പറയുന്ന ഡ്രഗ് യൂസ് ചെയ്യാം. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ അറ്റ്ലാന്റ ബേസ്ഡ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അതേ സമയത്ത് പറഞ്ഞത് ഇത്തരം COVID-19 പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അത്തരം അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ഇതുവരെ ഒരു ഡ്രഗും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അതായത് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ അറ്റ്ലാന്റ ബേസ്ഡ് സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, clearly more research is needed to establish the efficacy of the drug. Efficacy എന്ന് വെച്ച് കഴിഞ്ഞാൽ the ability to produce a desired or intended result. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, കേപ്പബിലിറ്റി, അതിനെയാണ് എഫിക്കസി എന്ന് പറയുന്നത്. അതായത് ഇനിയും ഒരുപാട് റിസർച്ച് വർക്ക് വേണ്ടി വരും നമ്മളിപ്പോൾ ഈ വിചാരിക്കുന്ന പോലെയുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് COVID-19 പ്രിവെൻറ്റ് ചെയ്യുക, COVID-19 എതിരിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മരുന്ന് അല്ലെങ്കിൽ അത്തരം ഒരു ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ റിസർച്ച് വർക്ക് വേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു എഡിറ്റോറിയലിൻ്റെ ഒരു ചെറിയ തോതിലുള്ള അനാലിസിസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് സെക്ഷൻ വഴി ഒന്ന് അറിയിക്കുക. വീഡിയോസ് ഇനിയും കാണുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ബാങ്കിങ് SSC ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും അതൊരു ഉപകാരമാകുമായിരിക്കും. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കാം. സോ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ എല്ലാവർക്കും താങ്ക് യു.